Hi guys, welcome to Veranda YouTube channel. I am Sreelekshmi. ഇന്ന് ഹിന്ദു എഡിറ്റോറിയൽ വൊക്കാബുലറിയുടെ ഡേ 12 ആണ്. ഇന്നും ഒരു 13 വേർഡ്സ് ആണ് ഉള്ളത്. ഓരോ വേർഡ്സിനും സിനോണിം, ആന്റോണിം ആൻഡ് എക്സാമ്പിൾ സെന്റൻസ് ആണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്ക് സെഷനിലോട്ട് പോവാം. സെഷനിലോട്ട് പോകുന്നതിന് മുന്നേ വരാന്ത റേസിൻ്റെ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ബാച്ചിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓഫ്ലൈൻ ബാച്ചിനെ പറ്റി കൂടുതൽ അറിയാൻ 7845730248 എന്ന നമ്പറിലും ഓൺലൈൻ ബാച്ചിനെ പറ്റി അറിയാൻ 7845792238 എന്ന നമ്പറിലും കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഇനി വരാന്ത റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ്സ് പരിചയപ്പെടാം. ആദ്യമായി ക്ലാസ്, സെക്കൻഡ് ബേസിക് സർക്കിൾ, തേർഡ് എക്സ്ട്രീം സർക്കിൾ, ഫോർത്ത് സൂപ്പർ ബാച്ച്, ഫിഫ്ത്ത് റിപ്പ് അതായത് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം ആൻഡ് ഫിഫ്ത്ത് മോക്ക് ഇൻ്റർവ്യൂ. അപ്പം നെക്സ്റ്റ് നമുക്ക് വേർഡ്സിലോട്ട് അതായത് സെഷനിലോട്ട് പോവാം. ഫസ്റ്റ് വേർഡ് റിട്രാക്ട്, RETRACT, റിട്രാക്ട്. എന്താണ് റിട്രാക്ട്? അതൊരു വേർബാണ്. എന്താണ് റിട്രാക്റ്റിൻ്റെ മീനിങ്? ടേക്ക് ബാക്ക്, വിത്ഡ്രോ, അൺസേ, അതൊക്കെയാണ് റിട്രാക്റ്റിൻ്റെ മീനിങ്. അതായത് പറഞ്ഞത് തിരിച്ചെടുക്കുക, അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പറഞ്ഞ് തിരിച്ചെടുക്കുക, ടേക്ക് ബാക്ക് അല്ലെങ്കിൽ അൺസേ, അതൊക്കെയാണ് അതിൻ്റെ മീനിങ്. റിട്രാക്റ്റിൻ്റെ മീനിങ് എന്താണ്? ടേക്ക് ബാക്ക്, വിത്ഡ്രോ അല്ലെങ്കിൽ അൺസേ. അപ്പോൾ സിനോണിംസ് എന്താണ്? വിത്ഡ്രോ അല്ലെങ്കിൽ അൺസേ. ആൻറ്റോണിംസ് അസേർട്ട്, നമ്മൾ ശക്തമായിട്ട് പറയുന്നതിനെയാണ് അസേർട്ട് എന്ന് പറയുന്നത്. മറ്റേതെന്താണ്? റിട്രാക്റ്റ് എന്താണ് മീനിങ്? ടേക്ക് ബാക്ക് അല്ലെങ്കിൽ അൺസേ, വിത്ഡ്രോ, നമ്മൾ പറഞ്ഞത് തിരിച്ചെടുക്കുക, അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ ആണല്ലോ. ഇനി എക്സാമ്പിൾ സെന്റൻസ് നോക്കിക്കേ. ഐ ഹോപ്പ് യു ഡു നോട്ട് റിട്രാക്ട് വാട്ട് യു സെഡ് ദെൻ. എന്താണ് എൻ്റെ മീനിങ്? അതായത് അന്ന് പറഞ്ഞത് നീ തിരിച്ചെടുക്കൂലെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഹോപ്പ് ചെയ്യുന്നു. ഐ ഹോപ്പ് യു ഡു നോട്ട് റിട്രാക്ട് വാട്ട് യു സെഡ് ദെൻ. അന്ന് നീ പറഞ്ഞത് തിരിച്ചെടുക്കില്ല, ടേക്ക് ബാക്ക് ചെയ്യില്ല എന്ന് ഞാൻ ഹോപ്പ് ചെയ്യാണ് എന്നാണ് ആ സെൻറ്റൻസിൽ പറയുന്നത്. എന്താണ് റിട്രാക്റ്റിൻ്റെ മീനിങ്? ടേക്ക് ബാക്ക്, വിത്ഡ്രോ അല്ലെങ്കിൽ അൺസേ, പറഞ്ഞത് തിരിച്ചെടുക്കുക, വിത്ഡ്രോ ചെയ്യുക, ടേക്ക് ബാക്ക്, അതൊക്കെയാണ് റിട്രാക്റ്റിൻ്റെ മീനിങ്. നെക്സ്റ്റ് വേർഡ് ഡിസ്റ്റൻറ്റ്, DISTENT, ഡിസ്റ്റൻറ്റ്. എന്താണ് ഡിസ്റ്റൻറ്റ് എന്ന് പറയുന്നത്? ഒരു വേർബാണ്. എന്താണ് അതിൻ്റെ മീനിങ്? സ്വെൽ ചെയ്ത് വരിക, അതാണ് ബൾജ്, ബ്ലോട്ട്, അതൊക്കെയാണ് ഡിസ്റ്റൻറ്റിൻ്റെ മീനിങ്. സിനോണിംസ് നോക്കിക്കേ. ബ്ലോട്ട് അല്ലെങ്കിൽ ബൾജ്. ആൻറ്റോണിംസ് എന്താ? ആൻറ്റോണിംസിൽ എന്ത് വരും? ഷ്രിങ്ക് എന്ന് പറയുമ്പം ചുരുങ്ങുക. ഓക്കെ ആണല്ലോ. ഡിസ്റ്റൻറ്റിൻ്റെ മീനിങ് എന്താ? സ്വെൽ. ആൻറ്റോണിം എന്ത് വരും? ഷ്രിങ്ക്, അതായത് ചുരുങ്ങുക. എക്സാമ്പിൾ സെൻറ്റൻസിൽ എന്താ വരുന്നത്? ദ അബ്ഡമൻ ഡിസ്റ്റൻഡഡ് റാപ്പിഡ്ലി. അബ്ഡമനിൽ പെട്ടെന്നൊരു സ്വെല്ലിംഗ് ഉണ്ടായി. ദ അബ്ഡമൻ ഡിസ്റ്റൻഡഡ് റാപ്പിഡ്ലി, പെട്ടെന്നൊരു സ്വെല്ല് ഉണ്ടായി. ഡിസ്റ്റൻഡഡ്, സ്വെല്ലായി. അതായത് ഡിസ്റ്റൻഡ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സ്വെല്ലാവുക എന്നാണ്. അതിൻ്റെ സിനോണിംസ് വരുന്നത് ബ്ലോട്ടും ബൾജും ആണ്. ആൻറ്റോണിംസ് വരുന്നത് ഷ്രിങ്ക്, അതായത് ചുരുങ്ങുക എന്നാണ്. എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കിക്കേ. ദ അബ്ഡമൻ ഡിസ്റ്റൻഡഡ് റാപ്പിഡ്ലി, പെട്ടെന്ന് അബ്ഡമനിൽ ഒരു സ്വെല്ലിംഗ് ഉണ്ടായി. ഓക്കെ. നെക്സ്റ്റ് വേർഡ് ബോണ്ട്, BAUNT, ബോണ്ട്. അതൊരു വേർബാണ്. എന്താണ് അതിൻ്റെ മീനിങ്? ബോസ്റ്റ് അബൌട്ട് ഓർ പ്രൈസ് സംതിങ് എസ്പെഷ്യലി എക്സസീവ്ലി. ബോസ്റ്റ് എന്താ മീനിങ്? അർത്ഥം? ബോസ്റ്റിൻ്റെ അർത്ഥം എന്താ? തള്ളുക, ചുമ്മാ ഇല്ലാത്തത് ഉണ്ടാക്കി പറയുക, അല്ലെങ്കിൽ പ്രൈസ് ചെയ്യുക, പുകഴ്ത്തുക എന്ന് വേണമെങ്കിലും പറയാം. ബോണ്ടിൻ്റെ മീനിങ് അങ്ങനെയാണ്. ബോസ്റ്റ് ചെയ്യാൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ തെങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൾക്കാരെ പറ്റിയോ എന്തെങ്കിലും ഒരു സിറ്റുവേഷനെ പറ്റിയൊക്കെ ബോസ്റ്റ് ചെയ്യുന്നത് പറയുന്നതിന്, അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരെയോ എന്തിനെങ്കിലും പറ്റി പ്രൈസ് ചെയ്യുന്നതിന് നമുക്ക് വോണ്ടെന്ന് പറയാം. ഓക്കെ ആണല്ലോ. അത് അമിതമായിട്ട് നോർമൽ അതിനെക്കാട്ടി കൂടുതലായിട്ട് ബോസ്റ്റ് ചെയ്യുക, പ്രൈസ് ചെയ്യുക, അതിനൊക്കെയാണ് വോണ്ടെന്ന് പറയുന്നത്. BAUNT. അതൊരു വേർബാണ്. മീനിങ് ബോസ്റ്റ് അബൌട്ട് ഓർ പ്രൈസ് എസ്പെഷ്യലി എക്സസീവ്ലി. അത് എന്തിനെ പറ്റി ആവാം? ഏതെങ്കിലും തെങ്ങിനെ പറ്റിയോ ഏതെങ്കിലും പേഴ്സണെ പറ്റിയൊക്കെ ആകാം. ഓക്കെ. സിനോണിംസ് എന്തുവരും? എസ്റ്റീം അല്ലെങ്കിൽ റിവർ, ഇതൊക്കെ എന്താ? ബോസ്റ്റിൻ്റെ അല്ലെങ്കിൽ പ്രൈസിൻ്റെ മീനിങ് ആണ് വരുന്നത്. വോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോസ്റ്റ് അബൌട്ട് ഓർ പ്രൈസ് എസ്പെഷ്യലി എക്സസീവ്ലി. ആൻറ്റോണിംസ് എന്താ? ക്രിട്ടിസൈസ്, കുറ്റപ്പെടുത്തുക. വോണ്ട്, ബോസ്റ്റ് അല്ലെങ്കിൽ പ്രൈസ് ആണെങ്കിൽ ആൻറ്റോണിം എന്ത് വരും? ക്രിട്ടിസൈസ് ചെയ്യുക, കുറ്റപ്പെടുത്തുക എന്നാണ് ആൻറ്റോണിംസിൽ വരുന്ന മീനിങ്. ഇനി എക്സാമ്പിൾ സെൻറ്റൻസ് എന്താ? ഹി വാസ് ഇനിഷ്യലി വോണ്ടഡ് ബൈ ദ വെസ്റ്റ് ഫോർ ഹിസ് ലീഡർഷിപ്പ് ഓഫ് ദ കൺട്രി. അവൻ്റെ ആ കൺട്രിയിൽ ഉണ്ടായിരുന്ന ലീഡർഷിപ്പിനെ, അവൻ്റെ ലീഡർഷിപ്പിനെ പറ്റിയിട്ട് വെസ്റ്റ് ഭയങ്കരമായിട്ട് ആദ്യം ഭയങ്കരമായിട്ട് വോണ്ട് ചെയ്തിട്ടുണ്ട്, ആദ്യം ഭയങ്കരമായിട്ട് പ്രൈസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ബോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവൻ്റെ ആ കൺട്രിയിലെ ലീഡർഷിപ്പിനെ പറ്റിയിട്ട് ഇനിഷ്യലി തുടക്കത്തിൽ വെസ്റ്റ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വോണ്ട് ചെയ്തിട്ടുണ്ട്, അതായത് ബോസ്റ്റ് അല്ലെങ്കിൽ പ്രൈസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ വോണ്ട് എന്നാണ്? ബോസ്റ്റ് അബൌട്ട് ഓർ പ്രൈസ് അബൌട്ട് സംതിങ് എസ്പെഷ്യലി എക്സസീവ്ലി, അമിതമായിട്ട് പ്രൈസ് ചെയ്യുക അല്ലെങ്കിൽ ബോസ്റ്റ് ചെയ്യുന്നതിനാണ് വോണ്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വേർഡ് ഹെജിമണി. എന്താണ് ഹെജിമണി? കേട്ടിട്ടുള്ള വാക്കാണല്ലോ. അതൊരു നൗണാണ്. HEGEMONY ഇങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്ന ഹെജിമണി നൗണാണ്.
എന്താണ് എൻ്റെ മീനിങ്? ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് എന്നാണ് ഹെജിമണിയുടെ മീനിങ്. ലീഡർഷിപ്പ് എന്നാണ് മീനിങ്. എന്താണ് സിനോണിംസ്? ഡോമിനൻസ് അല്ലെങ്കിൽ ഡോമിനിയൻ. ലീഡർഷിപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. ഹെജിമണിയുടെ മീനിങ് എന്താ? ലീഡർഷിപ്പ്. ആൻറ്റോണിംസ് എന്ത് വരും? സെൽഫ് ഗവൺമെൻറ്. ഇതിൻ്റെ ഓപ്പോസിറ്റ്, ലീഡർഷിപ്പിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീനിങ് വരുന്നതാണ് ആൻറ്റോണിം വരുന്നത് സെൽഫ് ഗവൺമെൻറ് എന്നാണ്. എക്സാമ്പിൾ സെൻറ്റൻസ് എന്താ? ജർമ്മനി വാസ് യുണൈറ്റഡ് അണ്ടർ ദ പ്രഷ്യൻ ഹെജിമണി ആഫ്റ്റർ 1971. 1971 ശേഷം ജർമ്മനി എങ്ങനെ യുണൈറ്റ് ചെയ്തെന്നാണ് പറയുന്നത്? പ്രഷ്യൻ ഹെജിമണി, അതായത് പ്രഷ്യൻ ലീഡർഷിപ്പിൻ്റെ കീഴിലാണ് ജർമ്മനി യുണൈറ്റ് ചെയ്തത് ആഫ്റ്റർ 1871. അപ്പം ഹെജിമണി എന്ന് വെച്ചാൽ എന്താണ്? അതൊരു നൗണാണ്. അതിൻ്റെ മീനിങ് എന്താ? ലീഡർഷിപ്പ്. സിനോണിംസ് വരുന്നത് എന്തൊക്കെയാണ്? ഡോമിനൻസ് അല്ലെങ്കിൽ ഡോമിനിയൻ. ഇവിടെ എക്സാമ്പിൾ സെൻറ്റൻസിൽ എന്താ പറയുന്നത്? ജർമ്മനി വാസ് യുണൈറ്റഡ് അണ്ടർ പ്രഷ്യൻ ഹെജിമണി ആഫ്റ്റർ 1871. 1871 ശേഷമാണ് ജർമ്മനി പേർഷ്യൻ ലീഡർഷിപ്പിൻ്റെ കീഴിലാണ് യുണൈറ്റഡ് ആയത് എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വേർഡ് മലൈസ്. MALAISE. മലൈസ്. അതൊരു നൗണാണ്. എന്താണ് ഇതിൻ്റെ മീനിങ്? എ ജനറൽ ഫീലിംഗ് ഓഫ് ഡിസ്കംഫോർട്ട്, ഇൽനെസ് ഓർ അൺഈസ് ഹൂസ് എക്സാക്ട് കോസ് ഇസ് ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ. അതായത് നമുക്ക് അസുഖങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാകുന്ന ഒരു അൺഈസ്നെസ്, നമുക്കൊരു ബുദ്ധിമുട്ടും ഒരു ക്ഷീണമൊക്കെ ഇല്ലേ, ആ ഒരു നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാത്ത ആ ഒരു എന്താ പറയുക, ആ ഒരു ഫീലിംഗ് ഓഫ് ഡിസ്കംഫോർട്ടിനെയാണ് നമ്മൾ മലൈസ് എന്ന് പറയുന്നത്. അതായത് ഒരു അൺഈസ്നെസ്, ഒരു അൺകംഫോർട്ട്നെസ് ഒക്കെ തോന്നത്തില്ല എന്തെങ്കിലും ഒരു അസുഖം വരുമ്പം. ആ ഒരു ഫീലിങ്ങിനെ അല്ലെങ്കിൽ ഒരു ഡിസ്കംഫോർട്ടിനെയാണ് മലൈസ് എന്ന് പറയുന്നത്. അതൊരു നൗണാണ്. എന്താണ് മീനിങ്? എ ജനറൽ ഫീലിംഗ് ഓഫ് ഡിസ്കംഫോർട്ട്, ഇൽനെസ് ഓർ അൺഈസ് ഹൂസ് എക്സാക്ട് കോസ് ഇസ് ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ. ശരിക്കുള്ള ആ ഒരു കോസ് നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ എന്തോ ഒരു കാരണത്താൽ നമുക്ക് ഭയങ്കര ഡിസ്കംഫോർട്ടും ഒരു ഇൽനെസ് ഫീലിംഗ്, ഒരു അൺഈസ്നെസ്, ഒരു അൺകംഫോർട്ട് ഒക്കെ നമുക്കൊരു ഫീൽ ചെയ്യും അസുഖങ്ങളൊക്കെ വരുമ്പം. ആ ഒരു ഫീലിംഗ്, ഒരു വയ്യായ്മ, അതിനെയാണ് മലൈസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി സിനോണിം എന്താ വരുന്നത്? റെസ്റ്റ്ലെസ്നെസ്, അൺഈസ്നെസ്, ഇതൊക്കെയാണ് സിനോണിംസ് വരുന്നത്. നമുക്ക് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഡിസ്കംഫോർട്ടിനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. ആൻറ്റോണിംസ് എന്ത് വരും? കംഫോർട്ട്. കംഫോർട്ട് എന്നാണ് ആൻറ്റോണിംസിൽ വരുന്നത്. എക്സാമ്പിൾ സെൻറ്റൻസ് വായിച്ചു നോക്കാം. An infected person will feel a general malaise. An infected person will feel a general malaise. അതായത് ഒരു ഇൻഫെക്റ്റഡ് പേഴ്സൺ ഒരു കോമൺ ആയിട്ടൊരു മലൈസ് ഫീൽ ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ഒരു വയ്യായ്മ അല്ലെങ്കിൽ ഒരു അൺകംഫോർട്ട്, ഒരു അൺഈസിനെസ് ഫീൽ ചെയ്യും എന്നാണ് ഈ സെൻറ്റൻസിൽ പറയുന്നത്. അപ്പം മലൈസ് എന്ന് പറയുന്നത് എന്താ? എ ജനറൽ ഫീലിംഗ് ഓഫ് ഡിസ്കംഫോർട്ട്, ഇൽനെസ് ഓർ അൺഈസ് ഹൂസ് എക്സാക്ട് കോസസ് ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ. ഓക്കെ ആണല്ലോ. അപ്പം നെക്സ്റ്റ് വേർഡിലോട്ട് പോവാം. ഫെസ്റ്ററിങ്. FESTERING. അതൊരു അഡ്ജക്റ്റീവാണ്. എന്താണ് ഇതിൻ്റെ മീനിങ്? ബിക്കമിങ് വേർഡ്സ് മോർ ഇൻറ്റൻസ് ഓവർ ടൈം. അതായത് സമയം പോകുന്തോറും വഷളായിക്കൊണ്ടിരിക്കത്തില്ല, മോശമായിക്കൊണ്ടിരിക്കുക. സമയം കൂടുന്നതിനനുസരിച്ച് മോശമായിക്കൊണ്ടിരിക്കുന്നതിനെയാണ് ഫെസ്റ്ററിങ് എന്ന് പറയുന്നത്. ആ ഒരു ഇതിനെയാണ് ഫെസ്റ്ററിങ് എന്ന് പറയുന്നത്. അതൊരു അഡ്ജക്റ്റീവാണ്. എന്താണ് ഇതിൻ്റെ സിനോണിം വരുന്നത്? ബ്രൂവിങ് അല്ലെങ്കിൽ റാംഗ്ലിങ്. ഇതൊക്കെ എന്താ? സിമിലർ മീനിങ് ആണ്. അതായത് ടൈമിനൊത്ത് വേഴ്സൺ ആയിക്കൊണ്ടിരിക്കുന്ന സ്റ്റേറ്റിനെ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനെയാണ് ഫെസ്റ്ററിങ് എന്ന് പറയുന്നത്. ആൻറ്റോണിം എന്ത് വരും? റിസോൾവിങ് അല്ലെങ്കിൽ സെറ്റിലിങ്. സെറ്റിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് തന്നെയാണ്. പക്ഷേ ഫെസ്റ്ററിങ് എന്താണ്? എന്താ പറയുക, ടൈം കഴിയുന്തോറും വേഴ്സൺ അല്ലെങ്കിൽ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നതിനെയാണ് ഫെസ്റ്ററിങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. ദേ ആർ ഇഗ്നോറിങ് ദ ഫെസ്റ്ററിങ് സോഷ്യൽ പ്രോബ്ലംസ്. അവരെന്ത് ഇഗ്നോർ ചെയ്യുക ആണ് പറയുന്നത്? സോഷ്യൽ പ്രോബ്ലംസ്, ഫെസ്റ്ററിങ്, അതായത് അഡ്വേഴ്സ് ആയിട്ട് വരുന്ന, ആ വേഴ്സൺ ആയിട്ട് വരുന്ന, ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് സമയം കൂടുന്തോറും വേഴ്സൺ ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സോഷ്യൽ പ്രോബ്ലംസിനെ, ഭയങ്കര ടൈം കൂടുന്തോറും അല്ലെങ്കിൽ നാളുകൾ കഴിയുന്തോറും വേഴ്സൺ ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അഡ്വേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സോഷ്യൽ പ്രോബ്ലംസിനെല്ലാം അവർ ഇഗ്നോർ ചെയ്യുന്നെന്നാണ് പറയുന്നത്. ഓക്കെ. ഫെസ്റ്ററിങ് സോഷ്യൽ പ്രോബ്ലംസ്, അതായത് ഫെസ്റ്ററിങ് അതായത് വേഴ്സൺ ആയിക്കൊണ്ടിരിക്കുന്ന ആ സോഷ്യൽ പ്രോബ്ലംസിനെ അവർ ഇഗ്നോർ ചെയ്യുന്നതെന്നാണ് ആ സെൻറ്റൻസിൻ്റെ മീനിങ്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് വേർഡ് halt. HALT. ഹാൾട്ടിൻ്റെ മീനിങ് എന്താ? സ്റ്റോപ്പ്. സ്റ്റോപ്പ് ചെയ്യുക, അതിനാണ് ഹാൾട്ട് എന്ന് പറയുന്നത്. ഹോൾഡ് ചെയ്യുക മീൻസ് സ്റ്റോപ്പ് ചെയ്യുക, ടു സ്റ്റോപ്പ്, അതാണ് അതിൻ്റെ മീനിങ്. അതൊരു നൗണാണ്. എന്താണ് സിനോണിംസ്? സ്റ്റാൻഡ് സ്റ്റിൽ, സെസേഷൻ എന്നൊക്കെ പറയും. അതായത് സ്റ്റോപ്പ് എന്ന് തന്നെ സീസ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ തന്നെയാണ്, അത് തന്നെയാണ് സ്റ്റോപ്പ് എന്ന് ഹോൾട്ട് എന്നൊക്കെ പറയുന്നത്. ഹോൾട്ടിൻ്റെ മീനിങ് എന്താണ്? സ്റ്റോപ്പ്. ആൻറ്റോണിംസ് എന്ന് സ്റ്റാർട്ട്. എക്സാമ്പിൾ സെൻറ്റൻസ് വായിച്ചേ. ദ വാസ് എ ഹോൾട്ട് ഇൻ ദ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനിൽ ഹോൾട്ട് ഉണ്ടായി, അതായത് പ്രൊഡക്ഷനിൽ ഒരു സ്റ്റോപ്പ് വന്നു. ദർ വാസ് സ്റ്റോപ്പ് ഇൻ ദ പ്രൊഡക്ഷൻ ഒരു സ്റ്റോപ്പ് വന്നു, അത് പ്രൊഡക്ഷൻ നിന്നു. അതൊക്കെയാണ് അതിൻ്റെ മീനിങ്സ്. ഹോൾട്ടിൻ്റെ മീനിങ് എന്താണ്? സ്റ്റോപ്പ്. HALT ഇതൊരു നൗണാണ്. HALT ഹോൾട്ട് അതൊരു നൗണാണ്. അതിൻ്റെ മീനിങ് എന്താണ്? സ്റ്റോപ്പ് എന്നാണ്. സിനോണിം വരുന്നത് സ്റ്റാൻഡ് സ്റ്റിൽ അല്ലെങ്കിൽ സെസേഷൻ എന്നാണ്. ആൻറ്റോണിം സ്റ്റാർട്ട്.
എക്സാമ്പിൾ സെൻറ്റൻസ് എന്ത് വരും? ദെയർ വാസ് ഹോൾട്ട് ഇൻ ദ പ്രൊഡക്ഷൻ ഒരു പെട്ടെന്നൊരു സ്റ്റോപ്പ് അല്ലെങ്കിൽ നിർത്തി വെച്ചു, പ്രൊഡക്ഷൻ കുറച്ച് നാളത്തേക്ക് സ്റ്റോപ്പായി എന്നാണ് ആ മീനിങ് ആണ് വരുന്നത്. ഇനി എബ്, EBB എന്താണ് എബ്? അതിൻ്റെ എന്താണ് എബ് എന്താണ് മീനിങ്? എബ് എന്ന് പറയുന്നൊരു വേർബാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് റിസീഡ് അല്ലെങ്കിൽ ഗ്രാജുവൽ ഡിക്രീസ്, ഗ്രാജുവലായിട്ട് ഇങ്ങനെ കുറഞ്ഞ് വരുന്ന അളവിലോ എന്തെങ്കിലും ഗ്രോത്തിലോ നമുക്ക് ഇങ്ങനെ കുറവായിട്ട് വരുന്നത്, ഗ്രാജുവലായിട്ട് ഡിക്രീസ് കുറഞ്ഞ് വരുന്നതിനെയാണ് എബ് എന്ന് പറയുന്നത്. അതൊരു വേർബാണ്. അതിൻ്റെ സിനോണിംസ് എന്തൊക്കെയാണ്? ഗോ ഔട്ട് അല്ലെങ്കിൽ റിട്രീറ്റ്, ഗോ ഔട്ട് അല്ലെങ്കിൽ റിട്രീറ്റ്, അത് രണ്ടും എന്താണ്? സിനോണിംസ് ആണ്. ആൻറ്റോണിംസ് എന്തുവാണ് വരുന്നത്? കം ഇൻ. സിനോണിം ഗോ ഔട്ട് ആണെങ്കിൽ ആൻറ്റോണിംസ് എന്ത് വരും? കം ഇൻ. അപ്പോൾ എബ് എന്ന് പറയുന്നത് എന്താ? ഗ്രാജുവലായിട്ട് ഉണ്ടാകുന്ന ആ ഒരു ഡിക്രീസ്, അത് കുറഞ്ഞൊരു എന്താ പറയുക, ഗ്രോത്ത് ഇൻ ഡിക്രീസിങ് ഓർഡർ അല്ലെങ്കിൽ ഗ്രാജുവലായിട്ട് ഡിക്രീസ് ആയി വരുന്നത്, റിസീഡ് ചെയ്യുന്നതിനെയാണ് എബ് എന്ന് പറയുന്നത്. അതിൻ്റെ സിനോണിം എന്ത് വരും? ഗോ ഔട്ട് അല്ലെങ്കിൽ റിട്രീറ്റ്. ആൻറ്റോണിംസ് എന്താണ്? കം ഇൻ. ഓക്കെ, എക്സാമ്പിൾ സെൻറ്റൻസ് എന്താ? ദ ട്രെൻഡ് ബിഗാൻ ടു എബ്, അതായത് ആ ട്രെൻഡ് എന്തായെന്നാണ് പറയുന്നത്? ഗ്രാജുവലി ഡിക്രീസ്ഡ്. ട്രെൻഡ് ഗ്രാജുവലായിട്ട് ഡിക്രീസ് ആയി എന്നാണ് പറയുന്നത്. എബ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിക്രീസ് എന്നാണ്. ട്രെൻഡ് ഗ്രാജുവലായിട്ട് ഡിക്രീസ് ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ എബിൻ്റെ മീനിങ് എന്താ? ഗ്രാജുവൽ ഡിക്രീസ്, എന്താ പറയുക, ഗ്രാജുവലായിട്ട് കുറഞ്ഞു വരുന്നതിനെയാണ് എബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേർഡ് സൂപ്പർവീൻ. എന്താണ് സൂപ്പർവീൻ? SUPERVENE, സൂപ്പർവീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോ ചെയ്യുക, ഫോളോ എന്നൊക്കെയാണ് എന്നാണ് എൻ്റെ മീനിങ്. സിനോണിം എന്ത് വരും? പേഴ്സ്യൂ അല്ലെങ്കിൽ സൂപ്പർസീഡ്, സക്സസീവായിട്ട് വരിക അല്ലെങ്കിൽ ഫോളോ ചെയ്ത് വരിക, സൂപ്പർസീഡ് ചെയ്ത് വരിക, ഇതൊക്കെയാണ് സൂപ്പർവീൻ്റെ മീനിങ്. അതായത് ഫോളോ ചെയ്യുക, സക്സീഡ് ചെയ്യുക എന്നൊക്കെ ഉള്ള മീനിങ് ആണ് വരുന്നത്. ആൻറ്റോണിം എന്താണ്? റിട്രീറ്റ് അല്ലെങ്കിൽ പ്രിസീഡ്, ബാക്കിൽ വരുന്നത്. ഫോളോ ചെയ്യുന്നതാണെങ്കിൽ ആൻറ്റോണിംസ് എന്ത് വരും? പ്രിസീഡ് അല്ലെങ്കിൽ റിട്രീറ്റ്. എക്സാമ്പിൾ സെൻറ്റൻസ് എന്താ? ദ ടീം മെമ്പേഴ്സ് സൂപ്പർവീൻ ദർ ലീഡേഴ്സ്, അതായത് ടീം മെമ്പേഴ്സ് അവരുടെ ലീഡേഴ്സിനെ ഫോളോ ചെയ്തു. സൂപ്പർവീൻ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ഫോളോ. അതിൻ്റെ സിനോണിംസ് എന്തും? പേഴ്സ്യൂ അല്ലെങ്കിൽ സൂപ്പർസീഡ്. ആൻറ്റോണിംസ് വരുന്നത് റിട്രീറ്റ് അല്ലെങ്കിൽ പ്രിസീഡ്. എക്സാമ്പിൾ സെൻറ്റൻസ് എന്താ? ദ ടീം മെമ്പേഴ്സ് സൂപ്പർവീൻ ദ ലീഡേഴ്സ്, ലീഡേഴ്സിനെ അവർ ടീം മെമ്പേഴ്സ് സൂപ്പർവീൻ ചെയ്തു, അതായത് ഫോളോ ചെയ്തു. സിനോണിംസ് എന്ത് വരും? പേഴ്സ്യൂ അല്ലെങ്കിൽ സൂപ്പർസീഡ്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് വേർഡ് ഡ്രാക്കോണിയൻ. എന്താണ് ഡ്രാക്കോണിയൻ? അതൊരു അഡ്ജക്റ്റീവ് ആണ്. അതിൻ്റെ മീനിങ് എന്താ? എക്സസീവ്ലി ഹാർഷ് ആൻഡ് സിവിയർ. എക്സസീവ്ലി ഹാർഷ് ആൻഡ് സിവിയർ എന്ന് പറയുന്നത് അതാണ് എൻ്റെ മീനിങ്. അതായത് ഭയങ്കര ഹാർഷും സിവിയറായിട്ട് എന്താ പറയുക, റിയാക്ട് അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്നതിനെയാണ് ഡ്രാക്കോണിയൻ എന്ന് പറയുന്നത്. ഹാർഷ് ആൻഡ് ആംഗ്രി അല്ലെങ്കിൽ ഹാർഷായിട്ട് സംസാരിക്കുക, ആ ഒരു രീതിയാണ് ഡ്രാക്കോണിയൻ എന്ന് പറയുന്നത്. എക്സസീവ്ലി ഹാർഷ് ആൻഡ് സിവിയർ ആയിട്ടുള്ള ആ ഒരു ക്വാളിറ്റി, ആ ഒരു ബിഹേവിയറിനെയാണ് ഡ്രാക്കോണിയൻ എന്ന് പറയുന്നത്. ക്രൂവൽ അല്ലെങ്കിൽ ഒപ്രസീവ് എന്ന മീനിങ്ങും ഉണ്ട്. സിനോണിം എന്തൊക്കെ വരും? ക്രൂവൽ അല്ലെങ്കിൽ ഒപ്രസീവ്. ഡ്രാക്കോണിയൻ എന്താണ്? ഒരു അഡ്ജക്റ്റീവാണ്. അതിൻ്റെ മീനിങ് എന്താ? എക്സസീവ്ലി ഹാർഷ് ആൻഡ് സിവിയർ. എക്സസീവ്ലി ഹാർഷ് ആൻഡ് സിവിയർ, അതിൽ ഹാർഷ് ആൻഡ് സിവിയർ ആയിട്ടുള്ള ആ ഒരു ബിഹേവിയറാണ് ഡ്രാക്കോണിയൻ എന്ന് പറയുന്നത്. സിനോണിം എന്ത് വരും? ക്രൂവൽ അല്ലെങ്കിൽ ഒപ്രസീവ്. ആൻറ്റോണിംസ് ഈസി ആൻഡ് ജെൻറ്റിൽ. ആൻറ്റോണിംസ് എന്ത് വരും? ഈസി ആൻഡ് ജെൻറ്റിൽ. എക്സാമ്പിൾ സെൻറ്റൻസ് എന്താ? യുവർ മാസ്റ്റർ ഇസ് എ ഡ്രാക്കോണിയൻ മാൻ. യുവർ മാസ്റ്റർ ഇസ് എ ഡ്രാക്കോണിയൻ മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റർ ഭയങ്കര ഹാർഷ് ആൻഡ് സിവിയർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. മാസ്റ്റർ എന്താണെന്നാണ്? ഒരു ഡ്രാക്കോണിയൻ ആയിട്ടുള്ള മാൻ ആണെന്നാണ്, ഒരു ക്യാരക്ടറിനെയാണ് അല്ലെങ്കിൽ ഒരു ബിഹേവിയറിനെയാണ് ഡ്രാക്കോണിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു അഡ്ജക്റ്റീവാണ്. അതിൻ്റെ മീനിങ് എന്താ? എക്സസീവ്ലി ഹാർഷ് അല്ലെങ്കിൽ സിവിയർ, ഒരു ക്രൂവൽ അല്ലെങ്കിൽ ഒപ്രസീവ് ആയിട്ടുള്ള ക്യാരക്ടറിനെയും ഡ്രാക്കോണിയൻ എന്ന് പറയും. സിനോണിംസ് എന്താ? ക്രൂവൽ അല്ലെങ്കിൽ ഒപ്രസീവ്. ഡ്രാക്കോണിയൻ എന്ന് പറയുന്നത് എക്സസീവ്ലി ഹാർഷ് ആൻഡ് സിവിയർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വേർഡ് ഡോഡിൽ. DAWDLE. എന്താണ് ഡോഡിൽ? അതൊരു വേർബാണ്. എന്താണ് അതിൻ്റെ മീനിങ്? വേസ്റ്റ് ടൈം അല്ലെങ്കിൽ ടു ബി സ്ലോ ആയിട്ടിരിക്കുക, ചുമ്മാ സമയം കളയുന്നതിനും സ്ലോ ആയിട്ടിരിക്കുന്നതിനൊക്കെ ഡോഡിൽ എന്ന് പറഞ്ഞത്. ചുമ്മാ ഡോഡിൽ ചെയ്ത് നടക്കരുതെന്നൊക്കെ പറയത്തില്ലേ? വേസ്റ്റ് ടൈം ഓർ ടു ബി സ്ലോ, അതാണ് എൻ്റെ മീനിങ്. സിനോണിംസ് എന്താ? ലോയിറ്റർ അല്ലെങ്കിൽ പ്രൊക്രാസ്റ്റിനേറ്റ്, നാളത്തേക്ക് വെക്കുക, വെറുതെ വേസ്റ്റ് ടൈം കളയുക അല്ലെങ്കിൽ സ്ലോ ആയിട്ടിരിക്കുന്നതിനാണ് ഡോഡിൽ എന്ന് പറയുന്നത്. സിനോണിംസ് ലോയിറ്റർ അല്ലെങ്കിൽ പ്രൊക്രാസ്റ്റിനേറ്റ്. ആൻറ്റോണിം വരുന്നത് ഹാസ്റ്റൺ അല്ലെങ്കിൽ ഹറി, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുക, സ്ലോ അല്ലാതെ ഹാസ്റ്റൺ അല്ലെങ്കിൽ ഹറി. ഓക്കെ, എക്സാമ്പിൾ സെൻറ്റൻസ് എന്ത് വരും? ടീച്ചർ വാണ്ട് ദ സ്റ്റുഡൻറ്റ് ദാറ്റ് ഹി വിൽ ബി പണിഷ്ഡ് ഇഫ് ഹി ഡോഡിൽ അഗെയിൻ. ചുമ്മാ വെറുതെ സമയം കറങ്ങി നടന്ന അല്ലെങ്കിൽ സ്ലോ നടന്ന ടീച്ചർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞേ? ഇനി പണിഷ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ വാർണിംഗ് ആണ് കൊടുത്തത്. ടീച്ചർ വാണ്ട് ദ സ്റ്റുഡൻറ്റ് എന്ത് ചെയ്തു? വാൺ ചെയ്തു. എന്തിനാ?
ചുമ്മാ ഡോഡ്ൽ ചെയ്ത് നടന്നേനെ. ഇനി ഡോഡ്ൽ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ടീച്ചർ എന്ത് ചെയ്തു, സ്റ്റുഡൻറ്റിനെ വോൺ ചെയ്തു. അതാണ് സെൻറ്റൻസിൻ്റെ മീനിങ്. ടീച്ചർ വോൺ ദ സ്റ്റുഡൻറ്റ് ദാറ്റ് ഹി വിൽ ബി പണിഷ്ഡ് ഇഫ് യു ഡോഡ്ൽ അഗെയിൻ. ഇനിയും ഡോഡ്ൽ ചെയ്താൽ പണിഷ് ചെയ്യുന്ന ഉള്ളൊരു വാണിംഗ് ആണ് ടീച്ചർ സ്റ്റുഡൻറ്റിന് കൊടുത്തത്. അപ്പോൾ ഡോഡലിൻ്റെ മീനിങ് എന്താണ്? ചുമ്മാ സമയം കളയുന്നതിന്, സ്ലോ ആവുന്നതെന്നൊക്കെയാണ് ഡോഡലിൻ്റെ മീനിങ് വരുന്നത്. ടു വേസ്റ്റ് ടൈം ആൻഡ് ടു ബി സ്ലോ, അതാണ് ഡോഡലിൻ്റെ മീനിങ്. അതൊരു വേർബാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വേർഡ് പില്ലേജ്. PILLAGE, അതൊരു വേർബാണ്. എന്താണ് എൻ്റെ മീനിങ്? പ്ലണ്ടർ അല്ലെങ്കിൽ റോബ് എ പ്ലേസ് യൂസിങ് വയലൻസ്, എസ്പെഷ്യലി ഇൻ വാർ ടൈം. നോർമലി ഒരു യുദ്ധത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഒരു ഫൈറ്റിൻ്റെയൊക്കെ ഇടയിൽ സമയത്ത് ഉണ്ടാകുന്ന വയലൻസ് ഉപയോഗിച്ചിട്ടുള്ള റോബറി, അതിനെയാണ് പില്ലേജ് എന്ന് പറയുന്നത്. പ്ലണ്ടർ എന്നും പറയും. പ്ലണ്ടർ എന്താ ഒരു സിമിലർ മീനിങ് ആണ്. പില്ലേജ് സിമിലർ വേർഡാണ്. എന്താ സിനോണിമാണ്. പില്ലേജിൻ്റെ മീനിങ് എന്താ? പ്ലണ്ടർ എന്നാണ്. പ്ലണ്ടർ എന്താ അല്ലെങ്കിൽ പില്ലേജ് എന്താ? ടു റോബ് എ പ്ലേസ് യൂസിങ് വയലൻസ്, എസ്പെഷ്യലി ഇൻ വാർ ടൈം. യുദ്ധ സമയത്തൊക്കെ വയലൻസ് ഉപയോഗിച്ച് ഇങ്ങനെ റോബ് ചെയ്യുന്നതിനെയാണ് പ്ലണ്ടർ എന്ന് പറയുന്നത്. സിനോണിം എന്താ? റാവേജ് അല്ലെങ്കിൽ റാൻസാക്ക്. റാവേജ് അല്ലെങ്കിൽ റാൻസാക്ക്. സിനോണിം എന്താ? റാവേജ് അല്ലെങ്കിൽ റാൻസാക്ക്. ഓക്കെ ആണല്ലോ. ആൻറ്റോണിംസ് എന്താ വരുന്നത്? പ്രൊട്ടക്റ്റ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റ്. പ്രൊട്ടക്റ്റ് മറ്റേ റോബ് ചെയ്യാം. മീനിങ് പ്ലണ്ടർ എന്നാണ് മീനിങ് എന്നെങ്കിൽ പ്രൊട്ടക്റ്റ് എന്നാണ് ആൻറ്റോണിം വരുന്നത്. പ്ലണ്ടർ എന്താണ് അല്ലെങ്കിൽ പില്ലേജ് എന്താണ്? ടു റോബ് എ പ്ലേസ് യൂസിങ് വയലൻസ്, എസ്പെഷ്യലി ഇൻ വാർ ടൈം. നോർമലി വാർ ടൈമിൽ അല്ലെങ്കിലൊക്കെ വയലൻസ് ഉപയോഗിച്ചിട്ട് റോബ് ചെയ്യുന്നതിനെയാണ്, അതായത് മോഷ്ടിക്കുന്നതിനെയാണ് പില്ലേജ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കിയേ. ദ ടെററിസ്റ്റ് പില്ലേജ് ദ സിറ്റി. സിറ്റി ടെററിസ്റ്റ് പില്ലേജ് ചെയ്തത് വയലൻസ് ഉപയോഗിച്ചിട്ട് റോബ് ചെയ്തു. വയലൻസിലൂടെ റോബ് ചെയ്തു. ആൾക്കാർ സിറ്റി ഫുള്ള് കൊള്ളയടിച്ചു. ടെററിസ്റ്റ് പില്ലേജ് ചെയ്തു. ടെററിസ്റ്റ് പില്ലേജ് ദ സിറ്റി എന്ന് കഴിഞ്ഞാൽ സിറ്റി ഫുള്ള് ടെററിസ്റ്റ് റോബ് ചെയ്തു. അതായത് വയലൻസ് യൂസ് ചെയ്തു റോബ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വേർഡ് ഹഡിൽ. HUDDLE. HUDDLE എന്താണ് ഹഡിൽ? ഇതൊരു വേർബാണ്. എന്താ അതിൻ്റെ മീനിങ്? ക്രൗഡ് ടുഗദർ. ഗ്യാദർ ചെയ്ത് കൂട്ടം കൂടി നിൽക്കുന്നതിനെയാണ് ഹഡിൽ എന്ന് പറയുന്നത്. ടു ഗ്യാദർ, ത്രോങ് എന്നൊക്കെ പറയും. ത്രോങ് നമ്മൾ പഠിച്ച വേർഡാണ്. ടു ഗ്യാദർ ഗ്രൂപ്പായിട്ട്, അനിമൽസ് ആണോ പീപ്പിൾ ആവാം, അത് ഗ്യാദർ ചെയ്ത് ഗ്രൂപ്പായിട്ടിരിക്കുന്നതിനെയാണ് ത്രോങ് എന്ന് പറയുന്നത്. ഹഡിലും സിമിലറാണ്. ക്രൗഡ് ടുഗദർ, കൂട്ടം കൂടി നിൽക്കുക അല്ലെങ്കിൽ ഗ്യാദർ ചെയ്യുക, അതൊക്കെയാണ് ഹഡിലിൻ്റെ മീനിങ്. സിനോണിം എന്താണ്? ഗ്യാദർ അല്ലെങ്കിൽ ത്രോങ്. ആൻറ്റോണിം എന്തോ? ഡിസ്പേഴ്സ്. ഡിസ്പേഴ്സ് ചെയ്യുക, പിരിച്ചുവിടുക എന്നൊക്കെ പറയത്തില്ലേ. സോ എക്സാമ്പിൾ സെൻറ്റൻസ് എന്താ? ദേ ഹഡിൽ ടുഗദർ ടു എൻഷുർ വാംത്ത് എൻഷുർ ചെയ്യാൻ വേണ്ടി അവർ ഹഡിൽ ചെയ്തു. ക്രൗഡായിട്ട് ഗ്യാദർ ചെയ്തു. ഓക്കെ, വാംത്തിന് വേണ്ടിയിട്ട്. ദേ ഹഡിൽഡ് ടുഗദർ ടു എൻഷുർ വാംത്തിന് വേണ്ടിയിട്ട് അവർ ഗ്യാദർ ചെയ്തു, ഒരുമിച്ച് കൂട്ടം കൂടി നിന്നു. ദേ ക്രൗഡ് ടുഗദർ. അപ്പോൾ ഹഡിലിൻ്റെ മീനിങ് എന്താണ്? ക്രൗഡ് ടുഗദർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വേർഡ് സോറി. അപ്പം ഒരു 13 വേർഡ്സാണ് നമ്മളിന്ന് പഠിച്ചത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇനി പുതിയ വേർഡ്സ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.